Hi friends, welcome to learn programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് C#ലെ ജനറിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് കോഡ് റീയൂസബിലിറ്റിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. C#ലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്ക് കോഡ് ഒരുപാട് റീയൂസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ജനറലി അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബേസിക്കലി കോഡിൻ്റെ ലോജിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പും തമ്മിൽ ഡീകപ്പിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ജനറിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റിയാണ് പ്രൈമറി ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കില്ല. ജനറിക് ആയിട്ടുള്ള ഒരു ടൈപ്പായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതിൽ ലേറ്റർ പിന്നീടായിരിക്കും നമ്മൾ ആ ഒരു ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലോജിക്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലോ ഒക്കെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആ ഒരു സെയിം ലോജിക്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജനറിക്സ് യൂസ് ചെയ്യാതെ നോർമൽ രീതിയിൽ ഒരു കോഡ് എഴുതുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ നോക്കും. അപ്പോൾ അതിന് ശേഷമായിരിക്കും ജനറിക് കോഡിൽ വരുമ്പോൾ ഉള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ജനറിക്സിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കോഡ് ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സാമ്പിളായിട്ടുള്ള ഒരു സ്ട്രിങ് ഡാറ്റാബേസാണ്. അപ്പോൾ ഇതിൽ ഉള്ള ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഐറ്റമാണ് ഐറ്റംസ് എന്ന് പറയുന്നത്. അത് ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആണ്. അതായത് സ്ട്രിങ്ങിൻ്റെ ഒരു ലിസ്റ്റാണത്. അപ്പോൾ അതിൽ ബേസിക്കായിട്ടുള്ള നമുക്കൊരു 3 ഓപ്പറേഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ആ ലിസ്റ്റിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലിസ്റ്റിലെ ഓരോ ഐറ്റംസ് പ്രിൻ്റ് ചെയ്യുന്നതുമായിട്ടുള്ള മെത്തേഡ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻറ്റിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുതിയ ഐറ്റംസ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ 2 ഐറ്റംസ് ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതിൽ ഉള്ള ഐറ്റംസ് ഒന്ന് ഡിസ്പ്ലേയും കൂടി ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ കോഡ് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മുടെ മെത്തേഡിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ആഡ് ആണെങ്കിലും മെത്തേഡിൻ്റെ നെയിം ക്രിയേറ്റ് ആണ്. അത് ഇൻറ്റേർണലി ആഡ് എന്ന് പറയുന്ന ലിസ്റ്റിലെ മെത്തേഡ് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം. ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് എന്ന് വന്നിട്ടുണ്ട്. ഹലോ എന്നും വേൾഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പുമായിട്ട് ടൈറ്റ്ലി കപ്പിൾഡാണ്. അതായത് എനിക്കിവിടെ ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതിലേക്കൊരു ന്യൂമറിക് വാല്യൂ ഒന്നും ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കിക്കാലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊരു എററാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ. കാരണം ഇത് സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പായിട്ട് ടൈറ്റ്ലി കപ്പിൾഡാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നടക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ ഒരു കോഡിൽ സ്ട്രിങ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഓപ്പറേഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഇൻറ്റീജർ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ അതിന് വേണ്ടി ഒരു ഇൻറ്റീജറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇൻറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻറ്റീജർ ഐറ്റംസ് ആഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യാണ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൻ്റെയും ആയിട്ടുള്ള ഔട്ട്പുട്ട് ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സും ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഡിൻ്റെ ഇപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡാറ്റ ടൈപ്പിനും വേണ്ടിയിൽ ഓരോ ക്ലാസ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കോഡ്
റീയൂസിബിലിറ്റി ഒട്ടും തന്നെ കിട്ടുന്നതല്ല. നമ്മളതിൽ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഡാറ്റ ടൈപ്പിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് കോഡ് ഒരിക്കലും റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു കോഡിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു കോഡിൻ്റെ, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കോഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ജനറിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ജനറിക്സ് കൊടുക്കുന്ന സിൻടാക്സ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ നമ്മൾ ജനറിക്സ് ക്ലാസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നുള്ള സിൻടാക്സ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലാസ് കൊടുത്തതിൻ്റെ പേരിന് ശേഷം ഒരു ആംഗിൾ ബ്രാക്കറ്റിൽ ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അത് ക്യാപിറ്റൽ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ടൈപ്പിനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടി എന്നൊന്നും കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ജനറലി അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ടി ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ എവിടെയും നമ്മൾ ഡാറ്റ ടൈപ്പ് വേറെ സ്പെസിഫൈ ചെയ്യില്ല. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ടി ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ ടൈപ്പ് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടേക്കാണെങ്കിലും ടൈപ്പ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ടി ആണ്. ഈ ഒരു ലിസ്റ്റിലും ഐറ്റംസ് ആഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ടൈപ്പ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ അത് ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല. നേരത്തെ കൊടുത്ത ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻ്റ് എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് കാര്യം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ ഈ ചെയ്ത പോലെ തന്നെ ഈ ജനറിക് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ജനറിക് ക്ലാസ്സിൻ്റെ പേര് ജനറിക് ഡാറ്റാബേസ് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ജനറിക് ഡാറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊടുക്കേണ്ടത് അതിൻ്റെ ടൈപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഇൻ്റെന്ന് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ടൈപ്പ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടൈപ്പായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആക്ച്വൽ ടൈപ്പ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇൻറ്റ് ആയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്ലാസ്സിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് ഇതിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ലിസ്റ്റ് ഓഫ് ഇൻറ്റ് 32. അപ്പോൾ അത് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് നമ്മളിവിടെ ഡൈനാമിക്കലി ഡാറ്റ ടൈപ്പിൻ്റെ പേര് എടുത്തേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ഇൻറ്റീജർ വെച്ചിട്ടുള്ള ഈ പറയുന്ന ക്രിയേറ്റ് ഓപ്പറേഷൻസും ഡിസ്പ്ലേ ഓപ്പറേഷൻസും ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ പക്ഷേ നമുക്കിനി നെക്സ്റ്റ് ഇപ്പോൾ ഈ ഒരു സെയിം ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രിങ് ചെയ്യാനായിട്ട് പോസിബിളാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ടൈപ്പ് ഈ ഒരു ഭാഗത്ത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്ട്രിങ് ടൈപ്പായിരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രിങ് ടൈപ്പിൽ കൊടുക്കാനായിട്ട് ഇവിടെ പിന്നെ പാസ് ചെയ്യേണ്ടത് സ്ട്രിങ് വാല്യൂസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 സ്ട്രിങ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം. ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സിംഗിൾ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രിങ്ങിലും അതുപോലെ തന്നെ ഇൻറ്റീജേഴ്സിലും ഈ സെയിം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സെയിം ഔട്ട്പുട്ട് നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സസിലൊക്കെ ചെയ്ത സെയിം ഒരു കോഡ് നമുക്ക് ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ കോഡ് വളരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു. കോഡ് വളരെ റീയൂസിബിലിറ്റി കിട്ടി. അപ്പോൾ അതാണ് ഈ ജനറിക്സ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും പ്രൈമറിലി ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു കാര്യം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഡിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ട്രിങ്ങിലും ഇൻറ്റിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താലും നമുക്ക് എക്സാക്റ്റ് സെയിം ഫങ്ഷനാലിറ്റി ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ജനറിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം C# തന്നെ വളരെ ലാംഗ്വേജിൻ്റെ തന്നെ കോറായിട്ടുള്ള പല കാര്യങ്ങളും ഈ ജനറിക്സ് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്കിനിപ്പോൾ ഇൻറ്റീജർ മാത്രമല്ല, നമുക്കിപ്പോൾ
ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇവിടെ ഈ ഒരു ടൈപ്പ് ഡബിളോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി. അനുസരിച്ച് ഈ ഒരു സ്ഥലത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡബിളായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് എങ്ങനെ വേണമെങ്കിലും മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ജനറിക്സ് കൊടുക്കുമ്പോൾ ആ ഡാറ്റ ടൈപ്പ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ആ ഒരു സമയത്താണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കോഡ് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് ഡബിൾസ് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ ക്ലാസ്സിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പിൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് ഒരു ജനറിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ പല അഡ്വാൻസ്ഡ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ബേസിക്കലി ആസ് എ ബിഗിനർ ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ